നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 12-ാം തീയതി, അതായത് 25/4/2025, വൈശാഖ മാസം 5-ാം തീയതി, അതായത് ശകവർഷ പ്രകാരം 1947 വൈശാഖ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയും പൂരിട്ടാതി നക്ഷത്രവും വരുന്ന കൃഷ്ണപക്ഷ ദ്വാദശി തിഥി വരുന്ന ദിവസം, ഉത്തരായന കാലത്തിലെ വസന്ത ഋതുവിൽ കഴുതക്കരണത്തിൽ മഹേന്ദ്ര നിത്യയോഗത്തിൽ വെള്ളിയാഴ്ച രാവിലെ 5:54 സൂര്യോദയവും സൂര്യാസ്തമനം 6:19 PM രാഹുകാലം 10:33 AM മുതൽ 12:06 PM വരെയും, ഗുളികകാലം 7:27 AM മുതൽ 9 AM വരെയും, യമകണ്ഠകാലം 3:13 PM മുതൽ 4:46 PM വരെയും, അഭിജിത് മുഹൂർത്തം 11:42 AM മുതൽ 12:04 PM വരെയും, 12:08 PM മുതൽ 12:30 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം ചിങ്ങക്കൂറുകാർക്ക്. വെള്ളിയാഴ്ചയായതുകൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച നെയ്ദീപം തെളിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുന്നതും എല്ലാവരും ജയ് മഹാലക്ഷ്മി എന്നോ, ഓം ശ്രീ നമായെന്നോ, ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹീം തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് ജപിക്കുക. അതുപോലെ തന്നെ കനകധാര ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ എല്ലാ വീടുകളിലും ഐശ്വര്യവും സർവ സമ്പത്തും നിലനിന്ന് കിട്ടുന്നതിന് സഹായകമാകും. ചുമപ്പോ വെള്ളയോ ഒക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട്, വെള്ളയിൽ ചുമപ്പ് ബോർഡറൊക്കെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാകുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനായി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനായി തന്നെ നിൽക്കുന്നു. ചന്ദ്രൻ മീനൻ രാശിയിൽ തന്നെയാണ്. ചന്ദ്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. ബുധൻ മീനൻ രാശിയിൽ, അതുപോലെ തന്നെ ഗുരു ഇടവത്തിൽ തന്നെ, ശുക്രനും മന്ദനും സർപ്പിയും എല്ലാം മീനൻ രാശിയിൽ, അതുപോലെ കേതു കന്നിരാശിയിൽ, ഗുളികോദയമാവട്ടെ ഇടവൻ രാശിയിലാണ്, സൂര്യോദയം വരുന്നത് മീനൻ രാശിയിലാണ്. പക്ഷെ പുലർച്ചെയാകുമ്പോഴേക്കുമൊക്കെ ഉദയം മേടത്തിലേക്ക് വരുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ വെള്ളിയാഴ്ച അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മൂകാംബിക ദേവിയുടെ, ചോറ്റാനിക്കരമ്മയുടെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോ രാശിക്കാരുടെയും ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന്, ഇന്നേ ദിവസം എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യണം, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിരുന്ന പല സാഹചര്യങ്ങളും അനുകൂലമാകുന്ന കാലമാണ്. സ്വസ്ഥത വീണ്ടെടുക്കുന്നതിനുള്ള യോഗം വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിനോദയാത്രകൾ നടത്തും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വന്നു ചേരും. വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. മനസ്സ് അല്പം ശാന്തമാവും. വീട് നിർമ്മാണം പൂർത്തീകരിക്കും. മാതൃകാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടും. സാമ്പത്തികമായി അല്പം ധനം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്നതിനുള്ള യോഗം കാണുന്നു. കൂടുതൽ അധ്വാനിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമാകുന്നതിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പണച്ചിലവുകൾ കൂടുകയെങ്കിലും സമ്പാദ്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരുന്ന ദിവസമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കട്ടെ. മഹാലക്ഷ്മി അഷ്ടകം മുടങ്ങാതെ ജപിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരുന്നതിന് ഇടയാകും. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ
രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. കോടതിയിലൂടെ പരിഗണനയിലുള്ള കേസുകളൊക്കെ അനുകൂല വിധിക്കായി അനുകൂല വിധി പ്രതീക്ഷിക്കാം. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് അല്പം കാലതാമസം നേരിടും. ക്ഷമയോടെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ തടസ്സങ്ങൾ വരുമ്പോൾ പുതിയ തന്ത്രങ്ങൾ ആലോചിച്ച് ആ തടസ്സം മാറ്റുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുക. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ആധ്യാത്മിക കാര്യങ്ങൾക്കായി അല്പം പണം ചിലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് അല്പം സ്ഥലം മാറ്റമൊക്കെ വന്ന് അല്പം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുന്നതാണ്. കരുതിയിരിക്കുക. സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലുകളും വേർപാടുകളും ഒക്കെ സംഭവിക്കും. സന്താനങ്ങളുടെ വിവാഹാലോചനകൾക്കും കാലതാമസം വരാം. കാത്തിരിക്കുക. ബന്ധുജനങ്ങളൊക്കെ ശത്രുതയോടെ പെരുമാറാനിടയുണ്ട്. ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകുന്നതിന് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, കനകധാര ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം മുടങ്ങാതെ പാരായണം ചെയ്യുമ്പോൾ ലളിതാംബയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നത്. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി അല്പം വഷളാകുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. ദൈവാധീനം ഉണ്ടെങ്കിലും അല്പം ഗുരു 12 നിൽക്കുന്നത് കൊണ്ട് വരവിനേക്കാൾ ചിലവ് കൂടുതൽ വരികയും അല്പം കാര്യ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള യോഗം കാണുന്നു. കുടുംബജീവിതത്തിൽ ചില അസ്വാസ്ഥ്യതകളൊക്കെ വന്നു ചേരുന്നതാണ്. പണച്ചിലവുകൾ വർദ്ധിക്കും. ക്രയവിക്രയ രംഗത്താണെങ്കിൽ ധനനഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് വിഷമിക്കാതെ തളരാതെ മുന്നോട്ട് പോവുക. അമ്മയിൽ തന്നെ അഭയം പ്രാപിക്കുക. ലളിതാ സഹസ്രനാമ പാരായണം മുടക്കാതിരിക്കുക. സഹോദര ബന്ധുക്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മനോദുരിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. വാഹനം മൂലം അല്പ പണച്ചെലവുകളൊക്കെ വരുമെങ്കിലും വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ സാഹചര്യം വരും. അവരെ വളർത്തുമൃഗങ്ങളുടെ ക്രയവിക്രയത്തിലൂടെയൊക്കെ ധനം സമ്പാദിക്കാനുള്ള യോഗം കാണുന്നു. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ കാര്യവിജയം വന്നു ചേരുന്നതാണ്. കോടതി വിധികളൊക്കെ അനുകൂല വിധി വരുവാനുള്ള സാഹചര്യമുണ്ട്. സഞ്ചാരക്ലേശമൊക്കെ കുറഞ്ഞ് പൊതുജന പിന്തുണയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. യാത്രാവേളകളിൽ ധനലാഭം വന്നു ചേരും. അപ്രതീക്ഷിതമായി പുതിയ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. തൊഴിൽ മാന്യമൊക്കെ മാറി കർമ്മമേഖല കൂടുതൽ പുഷ്ടിപ്പെടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ അവരാഗ്രഹിക്കുന്ന മേഖലയിൽ അല്ലെങ്കിൽ പോലും നിയമന ഉത്തരവുകൾ വരുവാനുള്ള യോഗം കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത്, ഷെയർ മാർക്കറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കർമ്മരംഗം കൂടുതൽ കലുഷിതമാവാതെ അനുകൂലമായ രീതിയിൽ കൊണ്ടുപോകാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതാണ്. രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലളിതാ സഹസ്രനാമം കൂടി പാരായണം ചെയ്യുമ്പോൾ ജയ് മഹാലക്ഷ്മി എന്നിങ്ങനെ ഓരോ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവനവൻ്റെ ഓരോ ജോലി ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, വൈഭവലക്ഷ്മി പൂജ, അതുപോലെ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാകും. കർക്കിടകക്കൂറുകാര് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പണമിടപാട് രംഗത്ത് വാക്ക് പാലിക്കുവാനുള്ള ഒരു ആർജവം ലഭിക്കും. കുടുംബ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവസരം വന്നു ചേരും. ബന്ധുജനങ്ങളുടെ വേർപാടിൽ ദുഃഖം വന്നു ചേരുന്നതാണ്.
ഉറ്റവരെ കൊണ്ടുള്ള വിഷമതകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വാഹന സംബന്ധമായ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. യാത്രകളിൽ നിന്നും മനസ്സന്തോഷം ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരും. ശത്രുക്കൾ വളരെ മിത്രങ്ങളായി ഭവിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് അല്പം ശമനം കണ്ടു തുടങ്ങും. കടബാധ്യതകൾ വർദ്ധിക്കുമ്പോഴും അതിനെ വീട്ടുന്നതിനുള്ള മാർഗം കൂടി കണ്ടെത്തുന്നതാണ്. വിവാഹാലോചനകൾ അല്പം ഇങ്ങനെ മുടങ്ങിപ്പോകുന്നതായി തോന്നും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കോടതി വിധികൾ അനുകൂലമായി തീരും. പൊതുജനങ്ങളുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പൊതുജന പിന്തുണ വർദ്ധിക്കും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗം അല്പം പുഷ്ടിപ്പെടും. തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പണച്ചിലവുകൾ വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും. ഒരു സഹായി വിട്ടുപോയാൽ 9 സഹായികൾ വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ഒരുപോലെ വരാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനും അതുവഴി ജനപിന്തുണ ലഭിക്കുന്നതിനും ഇട വരുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിനായി പലവിധ പദ്ധതികളാൽ പ്ലാൻ ചെയ്യുകയും അത് ഒന്നൊന്നായി നടപ്പിലാക്കുകയും ചെയ്യും. ദേശാന്തരവാസത്തിൽ കൂടി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കും. തൊഴിലുകൾ വിദേശ രാജ്യങ്ങളിലേക്കൂടെ വ്യാപിച്ച് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. പണച്ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ച് പണസമ്പാദനത്തിനുള്ള മാർഗവും കണ്ടെത്തും. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. സഹോദര തുല്യരായവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചന വിജയിക്കും. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം അല്പം കുറഞ്ഞു കിട്ടുന്നതാണ്. രോഗശാന്തിയും പ്രതീക്ഷിക്കാം. വിദേശ യാത്രാ പരിശ്രമങ്ങളെല്ലാം സഫലീകരിക്കും. ബിസിനസ്സിൽ അല്പസ്വല്പം ലാഭം പ്രതീക്ഷിക്കാം. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ ലഭിക്കും. പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. ശുഭവാർത്തകൾ എല്ലായിടത്തു നിന്നും കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം വരുന്നതാണ്. ഈശ്വര ചിന്തയോട് അഹങ്കാരം ഒട്ടുമില്ലാതെ ഈശ്വരനിലേക്ക് എല്ലാം സമർപ്പിക്കുമ്പോൾ എല്ലാം നിലനിന്ന് കിട്ടും. മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ ഊർജവും ലഭിക്കുന്നതാണ്. രാശിനാഥനായ സൂര്യഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അടുക്കും ചിട്ടയുമായി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, കനകധാര സ്തോത്രം ആലപിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി വന്നു ചേരുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതൃസ്വത്ത് ലഭിക്കുവാൻ ഇടവരും. നേത്ര സംബന്ധമായ അസുഖങ്ങൾക്കുള്ള യോഗം കാണുന്നു. ഒന്ന് കരുതിയിരിക്കുക. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാതിരിക്കുക. ഓരോ പണത്തിനും വളരെ മൂല്യമുണ്ടെന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. ക്ഷതപതന ദുരിതങ്ങൾക്കൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളർച്ചയോടൊപ്പം തളർച്ചയും പ്രതീക്ഷിക്കാം. കരുതിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ഏത് മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് ശിക്ഷണ നടപടികളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കുകയും അവസരങ്ങൾ കൂടുതൽ വരുമ്പോൾ അതിനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും
ഒക്കെ വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും. കുടുംബ സ്വത്ത് വീതം വയ്ക്കുന്നതിനുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. ശത്രുവർധന വരുമ്പോഴും ശത്രുക്കളെ മിത്രങ്ങളാക്കി കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ ആരായുന്നത് നന്നായിരിക്കും. വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും. വാഹന സംബന്ധമായി പണച്ചിലവുകൾ വർദ്ധിക്കും. അപവാദങ്ങൾ കേൾക്കുമ്പോൾ അതൊന്നും കാര്യമാക്കി എടുക്കാതെ എല്ലാ അപവാദങ്ങളെയും തിരുത്തുവാനുള്ള സന്ദർഭത്തിനായി കാത്തിരിക്കുക. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വാഹന സംബന്ധമായി പണച്ചിലവുകളൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അവരുടെ വിവാഹാലോചനകളൊക്കെ ഉറയ്ക്കുന്നതിനുള്ള യോഗം കാണുന്നു. കോടതി വിധികൾ അനുകൂലമായി വരുന്നതാണ്. സഞ്ചാരക്ലേശമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. പൊതുജന പിന്തുണ വർദ്ധിക്കുന്നതാണ്. തീർത്ഥാടനത്തിനുള്ള അവസരങ്ങളെല്ലാം പരിപൂർണമായി വിനിയോഗിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭപര്യവസാനിയായി തീരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെ മഹാലക്ഷ്മി പൂജയിലൂടെ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും. കുടുംബകാര്യങ്ങളിൽ മുമ്പത്തേക്കാളും അധികം ശ്രദ്ധ പതിപ്പിക്കും. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാവും. പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവിപ്പിക്കുവാൻ ശ്രമിക്കും. പ്രധാന ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കും. ശാരീരിക സുഖത്തേക്കാളേറെ മാനസിക സുഖത്തിൽ ശ്രദ്ധ വയ്ക്കും. എഴുത്തു മുഖേനയും മറ്റും പണം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചെന്നു വരില്ല. സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും വരാം. പകയും പ്രതികാര ബുദ്ധിയും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ധിഷണാപരമായ കഴിവുകൾ വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ശത്രുശല്യവും പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഏത് കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മരംഗത്ത് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. രാശിനാഥയായ മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. കനകധാര സ്തോത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ ഓം ശ്രീനമായ എന്ന മൂലമന്ത്രം, മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് അല്പ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാ പ്രശ്നത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കേണ്ടതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയം വന്നു ചേരും. ഭൂമി, വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനം അല്പം കുറയുവാനാണ് സാധ്യത. ജോലിയിൽ പ്രമോഷന് സാധ്യത കാണുന്നു. ജയില്, അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സന്ദർഭം അല്പം മോശമായ അവസ്ഥ വന്നു ചേരാം. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും കഷ്ടതകളുമൊക്കെ വരാനും അതുവഴി മെമ്മോയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കിട്ടുന്നുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സുരക്ഷാ വകുപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മത്തിൽ വരുന്ന അപാകത മൂലം അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കരുതി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രഹിതർക്ക് സർവീസിൽ പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പത്രങ്ങളിലോ മറ്റോ ലേഖനങ്ങളോ ഓമക്കത്തുകളോ പരാതികളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഇണയുമായി പിരിഞ്ഞു നിൽക്കേണ്ടതായ സാഹചര്യവും വരാം. പാർട്ട്ണർ മുഖേന ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും.
യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഉദ്യോഗത്തിൽ ആവശ്യപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ഇരുമ്പ്, ഉരുക്ക്, സിമന്റ് തുടങ്ങിയവയുടെ വിപണനത്തിലൂടെ ആദായം വർദ്ധിക്കും. കൃഷി, വ്യാപാരം എന്നിവയിൽ നിന്നും അല്പം ആദായം അധികം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളും ധീരതയും തൻ്റെടവും പ്രദർശിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ അവരുടെ ഉപരിപഠനത്തിനും അവരുടെ വിവാഹ കാര്യത്തിനുമൊക്കെയുള്ള ആലോചനകൾ ചെയ്യും. വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കുകയും അതിനുള്ള മാർഗങ്ങൾ ആരായുകയും ചെയ്യും. വിരുദ്ധ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയമായി പലപ്പോഴും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നതായി കാണാം. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് ഏറ്റവും അനുകൂലമായ തീരുമാനമെടുക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. എഴുത്തുകളിലും കലാപരമായ പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കും. അസാധ്യമെന്ന് കരുതിയിരുന്നത് വളരെ ഈസിയായി ചെയ്ത് ഫലിപ്പിക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിലുള്ള പ്രമോഷനൊക്കെ അത് സ്ഥാനമാറ്റവും പ്രമോഷനും അംഗീകരിക്കേണ്ടതായി വരും. തൊഴിൽരഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകുന്നത് ഏത് കർമ്മരംഗത്തും അവരുടെ കഴിവുകൾ തെളിയിച്ച് ആ ജോലി സ്ഥിരപ്പെടുത്തുവാനുള്ള ഒരവസരവും വന്നു ചേരുന്നതാണ്. ജനമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനായി വളരെ ഏറെ അധ്വാനിക്കേണ്ടതായി വരും. രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാവും. തൊഴിൽ രഹിതർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരുന്നു. വർക്ക്ഷോപ്പുകളോ മറ്റു വ്യവസായ സ്ഥാപനങ്ങളോ ആരംഭിക്കുന്നതിനുള്ള സമയവും അനുകൂലമായി വരുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകും. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അല്പം പുരോഗതി പ്രതീക്ഷിക്കാം. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ സൽപ്രവർത്തികൾ മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. അവർക്ക് പുതിയ ഒരു പാത തുറന്നു കിട്ടുന്നതായി കാണാം. സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സമയം വളരെ പ്രയോജനകരമാണ്. വളരെ കാലമായി അകന്നു നിന്ന ബന്ധുക്കളുമായി കൂടിക്കഴിയുവാൻ അവസരമുണ്ടാകും. എല്ലാ സംഗതികളിലും വൈകാരിക തീവ്രത അനുഭവപ്പെടും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് വളരെ ശക്തമായി പോരാടേണ്ടതായി വരും. കലാപരമായ പ്രവൃത്തികളിൽ വളരെയധികം ഉന്നതി പ്രതീക്ഷിക്കാം. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും മറ്റെന്തെങ്കിലും കൂടി ചെയ്യണമെന്നുള്ളൊരു ശ്രമത്തിൽ ഒന്നിലും ആ പുതിയ പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കുറയുന്നതാണ്. കരുതിയിരുന്ന് കാര്യങ്ങൾ ചെയ്യുക. പ്രമാണങ്ങളൊക്കെ കൈവശം വന്നു ചേരും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സന്താനങ്ങളുടെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പൊതുവെ കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമായി തീരുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മി അമ്മയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. മകരം രാശി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമായി വരും. അവനവൻ അധ്വാനിച്ചിട്ടില്ലാത്ത പണം, അതായത് പരദ്രവ്യ യോഗം അനുഭവത്തിൽ വരും. പൂർവീയ സ്വത്തും കൈവശം വന്നു ചേരും.
സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്പം കാലതാമസം നേരിടുമെങ്കിലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദക്ഷിണാപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം പണം വന്നു ചേരും. മറ്റുള്ളവരുടെ ആദരവിന് പാത്രഭാവം. മതസ്ഥാപനങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നിയമസ്ഥാപനങ്ങളായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള യോഗം വന്നു ചേരുന്നു. വിദേശത്തു നിന്നും ചില പ്രോത്സാഹജനകമായ എഴുത്തുകുത്തുകൾ ലഭിക്കുന്നതിനും യോഗം കാണുന്നു. അതുവഴി അംഗീകാരവും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തും മറ്റ് പ്രവർത്തിക്കുന്നവർക്ക് ഏത് തൊഴിൽ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. എല്ലാ രംഗങ്ങളിലും ധീരതയും പ്രവർത്തനക്ഷമതയും പ്രദർശിപ്പിക്കും. ചില പുതിയ കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള യോഗമുണ്ടാകുന്നു. സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും നന്നായി ശോഭിക്കുവാൻ സാധിക്കും. കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ കഴിയും. എല്ലാ കർമ്മരംഗത്തും അവരവരുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിച്ച് മുന്നേറുവാനുള്ള ഊർജം രാശിനാഥനായ കർമാധിപനായ ശനീശ്വരൻ നൽകട്ടെ. വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, മറ്റ് ചാത്തൻസ്വാമിമാരെയൊക്കെ ആശ്രയിക്കുന്നത്, ആഞ്ജനേയ സ്വാമി ആശ്രയിക്കുന്നത്, അതുപോലെ ഉപാസിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, അതുപോലെ തന്നെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. കുംഭം രാശി. ഉദ്യോഗത്തിൽ അഡീഷണൽ ചാർജ് വഹിക്കേണ്ടതായി വരും. പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പ്രത്യേക താൽപ്പര്യം പ്രദർശിപ്പിക്കുന്നത് കാണാം. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. പല സംഗതികളിലും അല്പം കൂടുതൽ വികാര തീവ്രത പ്രദർശിപ്പിച്ചെന്ന് വരാം. പെരുമാറ്റത്തിൽ പെട്ടെന്ന് പരുക്കം സ്വഭാവം കാണിക്കാനുള്ള പ്രവണതയെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യ ചെലവുകൾ വന്നുകൂടുവാൻ ഇടയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ചിത്രകാരന്മാർ, പെയിൻറ്റർമാർ എന്നിവർക്ക് അനുകൂല സമയമാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കും. പരസ്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കൊത്ത പണം ലഭിക്കും. സാഹിത്യം, കല എന്നീ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതായിരിക്കും. പട്ടാളം, പോലീസ്, മറ്റ് സേനാ വിഭാഗത്തിലുള്ളവർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബസുഖം വർദ്ധിക്കും. എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി ശ്രമിക്കും. ഭൂമി ഇടപാടിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുമെങ്കിലും ധനലാഭം പ്രതീക്ഷിക്കാം. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുവഴി കുടുംബത്തിൽ അസ്വസ്ഥതയും വർദ്ധിക്കും. അലസത കാരണം സ്ഥാനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാശിനാഥനായ കരിങ്കുട്ടി സ്വാമി, വിഷ്ണുമായ സ്വാമി, മറ്റ് ചാത്തൻസ്വാമിമാരെ, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി, അതുപോലെ തന്നെ കുടുംബ പരദേവത, ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിയെ കൂടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മീനം രാശി. ബന്ധുക്കളുമായി നല്ല രമ്യതയിൽ പ്രവർത്തിക്കും. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിക്കും. വ്യാപാര രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമായി വരുന്ന സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. ആലോചനയില്ലാതെ പ്രവർത്തിച്ചതിനാൽ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. സാമൂഹ്യ കാര്യങ്ങളിൽ പ്രവർത്തിച്ച് വിജയിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. പുണ്യക്ഷേത്ര ദർശനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു.
പൂർവിക സ്വത്ത് വിൽപ്പന നടത്തി ജോലിസ്ഥലത്ത് ഒരു ഗ്രഹം വാങ്ങുവാനുള്ള തീരുമാനം വിജയിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്. പുതിയ വാഹനം വാങ്ങാനുള്ള ആലോചനയും സഫലീകരിക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പരിശ്രമങ്ങൾ വിജയം വരിക്കുന്നതിനാൽ മനസ്സമാധാനം നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ ആവശ്യമാണ്. അപകട സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട്. പ്രവൃത്തി മേഖലയിൽ സാമ്പത്തിക സഹായവും ധനലാഭവും പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടം വേർപിരിയുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ അവസരമുണ്ടാകും. കുടുംബത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരുമായി ഒരു തുറന്ന സംസാരത്തിലൂടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നതോടുകൂടി കുടുംബ യോഗങ്ങളിലൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. മനസ്സന്തോഷവും ലഭിക്കുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ലളിതാഷ്ടോത്തരമൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും 25/4/2025 ആഗ്രഹപൂർത്തിക്കുള്ള ഒരു ദിവസമായി തീരട്ടെ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരുവാൻ, മഹാലക്ഷ്മി പൂജ ചെയ്യുവാൻ, വൈഭവലക്ഷ്മി പൂജയൊക്കെ ചെയ്യുവാൻ പറ്റുന്ന ദിവസമാണ്. നെയ്ദീപം വിളിച്ച് അമ്മയെ ആരാധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ സാധിക്കട്ടെ. 27 നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതിനായി അമ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഓം മഹാലക്ഷ്മിച്ച വിദ്മഹേ സർവശക്തിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ. നന്ദി, നമസ്കാരം.